ആദിവാസി സമൂഹത്തിന്റെ 5 ഗോത്ര കലാരൂപങ്ങളാണ് കഴിഞ്ഞ വർഷം മുതൽ കലോത്സവ വേദികളിൽ മത്സര ഇനമായി കൂട്ടിച്ചേർത്തത്. അതിലൊന്നാണ് മലപുലയാട്ടം. അതിന്റെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം കുറച്ച് കുട്ടികൾ ചേരുന്നുണ്ട്. മക്കളെ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? SVGVHSS കിടങ്ങന്നൂർ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ നിങ്ങളുടെ? നന്നായിട്ട് ചെയ്യാൻ പറ്റി അല്ലെ? എത്ര ദിവസത്തെ പ്രാക്ടീസ് ആയിരുന്നു? 2-3 മാസത്തെ. 2-3 മാസമായിട്ട് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യാണ്. ഇത് ആദ്യമായിട്ടാണല്ലേ നിങ്ങൾ ഈ ഒരു പെർഫോമൻസ് ആയിട്ട് വരുന്നത്? കഴിഞ്ഞ വർഷമാണ് ഇത് കലോത്സവ വേദികളിൽ എത്തിയത്. കഴിഞ്ഞ വർഷമാണ് എത്തിയത്. ഇത്തവണയാണ് ഞങ്ങളുടെ സ്കൂളിൽ ആദ്യമായിട്ട് ഇത് ഇറക്കിയത്. ഇതിനെ കുറിച്ച് അറിഞ്ഞിരുന്നോ? ഇങ്ങനെ ഒരു കലാരൂപത്തെ കുറിച്ചും അതിനെ കുറിച്ചൊക്കെ പഠിക്കാനും കൂടി പറ്റിയല്ലേ? നേരത്തെ ഇങ്ങനെ ആദിവാസി നൃത്തങ്ങൾ ഉണ്ടെന്ന് അറിയാമായിരുന്നു. പക്ഷെ ഇങ്ങനെ വ്യത്യസ്തരമായിട്ട് ഇങ്ങനെ ഓരോ രീതിയിലുണ്ടെന്ന് അറിയില്ലായിരുന്നു. ഇത് അധ്യാപകനെ കുറിച്ചൊന്ന് പറയാം. നിങ്ങൾ ആരാ ഇത് പഠിപ്പിച്ചത്? ഞങ്ങളെ മലപ്പുറത്തുനിന്ന് വരുന്ന അനീസ് സാറാണ് ഇത് പഠിപ്പിച്ചത്. സാറ് ഈ മേഖലയിൽ ഭയങ്കര ഒരു പ്രമുഖനായിട്ടുള്ളതാണ്. സാർ ജഡ്ജായിട്ടൊക്കെ ഇരുന്ന ഒരു വ്യക്തിയാണ്. ഇത് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ആദ്യമൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങള് പഠിച്ചു. ഇതിൽ പാട്ടില്ല അല്ലെ? കൊട്ട് മാത്രം. ആദ്യം ഇത് കൊട്ടുമ്പോ ഓരോരുത്തരും ഓരോ താളത്തിലായിരിക്കുമല്ലോ. ആദ്യം അങ്ങനെയായിരുന്നു, പിന്നെ ശരിയാക്കി എടുത്തു. എല്ലാരും ഒരേ താളത്തിൽ കൊട്ടാൻ തുടങ്ങി അല്ലെ? നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് ഒരു ചെറിയൊരു പെർഫോമൻസ് ആയാലോ? ശരി. മനോഹരമായിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു മേളത്തിനൊപ്പം തന്നെ ചുവടും വെക്കണം അല്ലേ? ഇത് പെയറായിട്ടാണ് അല്ലെ? ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അങ്ങനെ കളിക്കുന്നത്. അതായത് ഇത് ഓരോ രീതിയിലും കളിക്കാം. പെൺകുട്ടികൾ മാത്രമായിട്ടും ആൺകുട്ടികൾ മാത്രമായിട്ടും കളിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ തിരഞ്ഞെടുത്തത് ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ കളിക്കാവുന്നതാണ്. ഇത് ഏത് വേദികളാണ് ഇത് അവതരിപ്പിക്കുന്നത്? ഇത് കല്യാണ വേദികൾ, അങ്ങനെ ഒരു സന്തോഷത്തിന്റെ സൂചകമായിട്ടാണോ? സന്തോഷത്തിന്റെ സൂചകമായിട്ടാണ്. അപ്പൊ നിങ്ങളുടെ ഈ വസ്ത്രധാരണം വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. ഈ സാരി ഉടുത്തിരിക്കുന്ന രീതിയും അല്ല, ഇതൊക്കെ എല്ലാം മാഷ തന്നെയാണ്. വളരെ മനോഹരമായിട്ടുണ്ട്. ഈ ഇത് കൊട്ടിക്കൊണ്ടിരിക്കാൻ പിന്നെ ഞങ്ങളെല്ലാം പഠിച്ച് ഓക്കെ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കോല് വെച്ചിട്ട് അല്ലെ തെറ്റാതെ ആ പെയർ കറങ്ങി വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് അല്ലെ? ഭയങ്കര നല്ല രസമായിട്ട്. ഇപ്പൊ
നല്ല പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് നിങ്ങൾ വേദിയിൽ അതെ, അതെ. എന്തായാലും വളരെ സന്തോഷം. എ ഗ്രേഡ് കിട്ടട്ടെ. ഇത് വന്നില്ലല്ലോ, റിസൾട്ട് വന്നില്ലല്ലോ. എന്തായാലും എ ഗ്രേഡ് കിട്ടട്ടെ. അങ്ങനെ വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ കുട്ടികൾ ഈ ഗോത്ര കലാരൂപത്തെ അവതരിപ്പിച്ചത്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 തൃശൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.